വെൽക്കം ബാക്ക്. ജാസി അമ്മി കുക്കിങ്ങിൽ ഇന്നൊരു സിമ്പിൾ കടലക്കറിയാണ്. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി 3 വെറൈറ്റി ഫ്ലേവേഴ്സിലാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. സ്ഥിരമായിട്ട് കടലക്കറി ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് നോക്കാം. ഇതിന് തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കടല തലേ ദിവസം നന്നായി കഴുകിയതിന് ശേഷം കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ തന്നെ മൂടി വെച്ച് കുതിരാൻ വയ്ക്കുക. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കാം. അപ്പോൾ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടാത്ത ഒരു ഹെൽത്തി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൗഡേഴ്സ്: മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയാണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇറച്ചിക്ക് യൂസ് ചെയ്യുന്ന ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി താളിക്കാനായിട്ട് കടുക്, ചെറിയ ഉള്ളി, പിന്നെ വെളിച്ചെണ്ണയാണ്. മസാലയ്ക്ക് വേണ്ടി ഏലക്കയും പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലേവേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങയിൽ ചില മസാലകൾ ചേർത്ത് അരയ്ക്കുവാണ്. അപ്പോൾ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ കറിയാണ് ഏറ്റവും സിമ്പിൾ കറി, താളിപ്പ് കടലക്കറി. ഇതിൽ നമ്മൾ തേങ്ങ യൂസ് ചെയ്യുന്നേ ഇല്ല, അതുപോലെ തന്നെ എണ്ണയും വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടല വേവിക്കാൻ വയ്ക്കാൻ മുമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കടലയിൽ ചേർക്കുകയാണ്. ഉപ്പിടാതെയാണ് നമ്മൾ വേവിക്കുന്നത്. അതുപോലെ ചതച്ച് വെച്ച ഇഞ്ചിയിൽ 2 ചെറിയ കഷ്ണം ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. അത് നമുക്ക് തേങ്ങ അരയ്ക്കാൻ നേരം യൂസ് ചെയ്യാം. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം മസാല ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 3 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. ഞാനിവിടെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മല്ലിപ്പൊടിയൊക്കെ ഈ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ കറി നല്ല കൊഴുത്ത കറിയായിരിക്കും. ഇനി വേണ്ടത് കുക്കർ മൂടി 2 വിസിലിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് താളിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ഇപ്പോൾ കറിവേപ്പില ചേർത്ത് കറി ചേർക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കറി. ഇതാണ് താളിപ്പ് കടലക്കറി. ഇപ്പോൾ ചെറുതായിട്ട് വാട്ടറി ആയിട്ട് തോന്നാമെങ്കിലും അത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറുകി നല്ല കൺസിസ്റ്റൻസിയിൽ വരും. ഇത് പുട്ടിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിലേക്കാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് ഫ്ലേവേഴ്സ് മാറ്റിയെടുക്കുന്നത്. ഇനി തേങ്ങ അരച്ച കടലക്കറിയാണ്. ഇതിൽ പച്ച തേങ്ങയാണ് അരയ്ക്കുന്നത്. അതിൽ നമ്മൾ പെരിഞ്ചീരകവും ഏലക്കയും മസാലയൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ചിരണ്ടി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയുടെ പകുതിയിലേക്ക് 2 ഏലക്കയുടെ തൊലി കളഞ്ഞത് ചേർക്കുക. ഇനി 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഇതൊരു കളറിന് ചേർക്കണമെന്നുള്ളൂ. ഇനി പെരിഞ്ചീരകം, അതുപോലെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുള്ളത് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങ അരയ്ക്കുന്ന കറികളിൽ ഇഞ്ചി ചേർക്കുന്നതാണെങ്കിൽ നല്ലതാണ്, അരയ്ക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കറിയിലേക്ക്, താളിപ്പ് കറിയിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് തീ കുറച്ചിട്ടൊരു 2 മിനിറ്റ്സിനുള്ളിൽ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തത് വറുത്തരച്ച കടലക്കറിയാണ്. ഇതിൽ നമ്മൾ തേങ്ങ വറുക്കുകയാണ്. അതുമാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ മല്ലി സീഡ്സും ചേർക്കാം. പാൻ ചൂടാകുമ്പോൾ വളരെ കുറച്ച് എണ്ണ ചേർത്താൽ മതി. അതിൽ പെരിഞ്ചീരകവും ഏലക്കയും ഒന്ന് പൊട്ടി വരുമ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ മല്ലി സീഡ്സ് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് കളറ് മാറി വരണം. ആ സമയത്ത് വേണം. മല്ലിപ്പൊടിയാണുള്ളതെങ്കിൽ ഈ സമയത്താണ് ചേർക്കേണ്ടത്. ഇങ്ങനെ ഒരു കളർ വരുമ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മല്ലിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്യണം. പിന്നെ സിമ്മിലിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന താളിപ്പ് കടലക്കറിയിലേക്കാണ് ഈ തേങ്ങ അരച്ചതെല്ലാം ചേർക്കേണ്ടത്. ഒന്ന് തിളച്ചോട്ടെ. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ 3 ഫ്ലേവറിലുള്ള കടലക്കറി. ലുക്കിലും വ്യത്യാസമുണ്ട്, ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ